അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 101-ാമത്തെ പേജിൽ ജോയിൻസ് അല്ലെങ്കിൽ അസ്ഥി സന്ധികൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. 101-ാമത്തെ പേജിൽ അസ്ഥി സന്ധികൾ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ദ ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിൻസ്. നമ്മൾ മനസ്സിലാക്കുക ഏതാണ് ഈ അസ്ഥികൾ. ബോൺസ് എന്ന് വെച്ചാൽ അസ്ഥികളാണല്ലോ. അസ്ഥികൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് വഴിയാണ്? സന്ധികൾ വഴിയാണ്, അല്ലെങ്കിൽ ജോയിൻസ് വഴിയാണ്. അപ്പോൾ ജോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധികൾ എന്നാണ്. അപ്പോൾ ബോൺസ് ആർ കണക്റ്റഡ്, ബോണുകൾ അല്ലെങ്കിൽ അസ്ഥികളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈച്ച് അതർ പരസ്പരം എന്ത് വഴി? ജോയിൻസ് വഴിയാണ്. കണക്റ്റിംഗ് ദ ബോൺസ് ഇൻ ദിസ് വേ മേക്ക് മൂവ്മെൻറ്റ്സ് സ്മൂത്തർ. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? ചലനം കൂടുതൽ സുഖകരമാക്കുന്നു, അല്ലെങ്കിൽ ഈ സുഗമമാക്കുന്നു. ഒക്കെ ഈ രീതിയിൽ അസ്ഥികളെ ജോയിൻ്റ് മുഖാന്തരം അസ്ഥികളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദ സ്കെൽറ്റൽ ജോയിൻസ് ഹാവ് സം പെക്യൂലാരിറ്റീസ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ അസ്ഥികൾക്ക് എന്താ പറയുന്നത്? ഈ അസ്ഥികളും സന്ധികളുമായിട്ട് യോജിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ആ ജോയിൻ ചെയ്തിരിക്കുന്നതിന് എന്താണ്? ചില പെക്യൂലാരിറ്റീസ്, അതിന് ചില സവിശേഷതകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അസ്ഥികളെ തമ്മിൽ ജോയിൻ ചെയ്യിച്ചിരിക്കുന്ന സാധനമാണ് ജോയിൻസ് എന്ന് പറയുന്നത്. അവ സന്ധികൾ വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ എന്താണ് അവയുടെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അനലൈസ് ദ ഇലിസ്ട്രേഷൻ 4.9. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4.9, അതായത് താഴെ തന്നിരിക്കുന്ന ആ ഇലിസ്ട്രേഷൻ അല്ലെങ്കിൽ ചിത്രീകരണം നമ്മളോട് വിശകലനം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഗീവൻ ഹിൻസ്, അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്ന ഹിൻറ്റുകളും നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് തന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഹിൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സൂചനകൾ. അപ്പം ഈ തന്നിരിക്കുന്ന 4.9 തന്നിരിക്കുന്ന ചിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട് താഴെ തന്നിരിക്കുന്ന സൂചനകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഗീവൺ ഹിൻസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ദ ജോയിൻറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു നോട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ പിക്ചറിലേക്ക് വരിക. ഇലിസ്ട്രേഷൻ 4.9. ഓക്കെ, എന്താണ് അവിടെ പിക്ചറിൽ കാണുന്നത്? സ്ട്രക്ചർ ഓഫ് ദ ജോയിൻറ്റ്. ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അസ്ഥിയുടെ ഘടന എന്ന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ അവിടെ പരിചയപ്പെടുത്തി തരുന്നത് എന്താണ്? ലിഗമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് ഈ ലിഗമെൻ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, ലിഗമെൻറ്റ്സ് കണക്ട് ടു ബോൺസ് ടുഗെദർ. അതായത് ലിഗമെൻ്റ് എന്താണ് ചെയ്യുന്നത്? രണ്ട് അസ്ഥികളെ പരസ്പരം യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് സ്ട്രോങ് ഫേംലി സ്ട്രാപ്സ് ഓർ റോപ്സ്. ഒരു റോപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രാപ്പ് പോലെ എന്ത് ചെയ്യുന്നു? രണ്ട് ബോണുകളെ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? അവ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്താണ്? ദേ സ്റ്റെബിലൈസ് ജോയിൻസ് ഓർ ഹോൾഡ് എൻ ടു ബോൺസ് ടുഗെദർ. അവ എന്താ ചെയ്യുന്നത്? ആ ബോണുകളെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, സ്ഥായിയായ ഒരു സ്ഥലത്ത് തന്നെ നിർത്തുന്നു, അല്ലെങ്കിൽ രണ്ട് ബോണുകളെ പരസ്പരം നിർത്തുന്നു. ദിസ് ഹോൾഡിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ബോൺസ് ഇൻ ജോയിൻ ഡോണ്ട് ട്വിസ്റ്റ് ടു മച്ച് ഓർ മൂവ് ഫാർ. അതായത് ഇങ്ങനെ ലിഗമെൻ്റ് കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്നതിനാൽ ബോണുകളിൽ സ്ഥാനചലനം സംഭവിക്കുകയില്ല. ആ ബോണുകൾ അല്ലെങ്കിൽ അസ്ഥികൾ അവയുടെ സ്ഥലത്ത് തന്നെ. അപ്പം ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥികളെ സ്ഥാനചലനം സംഭവിക്കാതെ അവയുടെ യഥാർത്ഥ സ്ഥാനത്ത് കെട്ടി നിർത്തുന്ന അല്ലെങ്കിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു പദാർത്ഥം അല്ലെങ്കിൽ വസ്തുവിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലിഗമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് അതിനകത്ത് തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന സംഗതിയെക്കുറിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കണം എന്താണ് ക്യാപ്സ്യൂൾ. എ ടഫ് ഷെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കട്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് ഇൻ ലിവിങ് ടിഷ്യൂ വിച്ച് ക്ലോസ്ലി എൻവലപ്സ് അനദർ. അതായത് ക്യാപ്സ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് കട്ടിയുള്ള ഒരു ലിവിങ് ടിഷ്യൂ ഒന്നിനെ മറ്റൊന്നുകൊണ്ട് കവർ ചെയ്തിരിക്കും. മെംബ്രെയിൻ ദാറ്റ് എൻക്ലോസ് ആൻ ഓർഗൻ ഓർ അതർ സ്ട്രക്ചർ ഇൻ ദ ബോഡി. അതായത് ഒരു ബോണിൻ്റെ ഒരു ഭാഗത്തെ മറ്റൊരു ബോണിൻ്റെ ഭാഗവുമായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് പോലെ ഉള്ളതിനകത്ത് കയറ്റി ഈ രണ്ട് സാധനവും വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പിക്ചറിൽ നോക്കിക്കേ. ഒന്നാമത് ലിഗമെൻറ്റ് കണ്ടു, രണ്ടാമത് ഈ ക്യാപ്സ്യൂൾ കണ്ടു. അപ്പം ഈ ലിഗമെൻറ്റിനകത്തും ക്യാപ്സ്യൂളിനകത്തുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? അത് മൂന്നാമത്തെ ഒരു കാറ്റ്ലേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണത്തിനകത്തായിട്ടാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ജോയിൻറ്റുകൾ വന്നിരിക്കുന്നത്. ഒന്ന് ലിഗമെൻറ്റിനകത്ത്, രണ്ട് ക്യാപ്സ്യൂളിനകത്ത്. ആ പിക്ചർ നോക്കണം കേട്ടോ.
100-ാമത്തെ ആ പേജിനകത്തുള്ള ആ പിക്ചർ നിങ്ങളൊന്ന് നോക്കണം. 101-ാമത്തെ പേജിനകത്തുള്ള ഇലിസ്ട്രേഷൻ 4.9 അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏതാണ്? കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനമാണ്. എന്താണ് കാർട്ടിലേജ്? കാർട്ടിലേജ് ഈസ് ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. അതായത് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് ബോണുകളെയും കവർ, അവസാന ഭാഗത്തെ എന്ത് ചെയ്ത് കവർ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അവ എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ദ ഫ്രിക്ഷൻ, അതായത് അവ ഘർഷണത്തെ കുറയ്ക്കുന്നു. എന്ത് തമ്മിലുള്ള ഈ ബോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോഴുണ്ടാകുന്ന ഘർഷണത്തെ എന്ത് ചെയ്യുന്നു? കാർട്ടിലേജ് കുറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? സൈനോവിയൽ മെമ്മറൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ഈ സൈനോവിയൽ മെമ്മറൈൻ? സൈനോവിയൽ മെമ്മറൈൻ ഈസ് എന്താണ് പറയുന്നത്? ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതൊരു പ്രത്യേക തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ദാറ്റ് ലൈൻസ് ദ ഇന്നർ സർഫേസ് ഓഫ് ദ ക്യാപ്സ്യൂൾസ് ഓഫ് ദ സൈനോവിയൽ ജോയിൻറ്റ്. അവിടെ എന്താണ്? അതൊരു സ്പെഷ്യൽ തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതെന്താണ് ചെയ്യുന്നത്? അത് എവിടെയാണ് കാണുന്നത്? ദാറ്റ് ലൈൻസ് ഇൻ ദ ഇന്നർ സർഫേസ് ഓഫ് ദ ക്യാപ്സ്യൂൾ. അതായത് ഇന്നർ സർഫേസ്, ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു പദാർത്ഥത്തെയാണ് എന്ത് പറയുന്നത്? സൈനോവിയൽ മെമ്മറൈൻ എന്ന് പറയുന്നത്. അപ്പം അതും എന്താണ് ചെയ്യുന്നത്? ഒരു പരിധിവരെ ഈ ജോയിൻറ്റുകളെ പരസ്പരം കൂട്ടി നിർത്തുവാനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ കാണുന്ന എന്താണ്? ആ പിക്ചറിലേക്ക് നോക്കിക്കേ. അവിടെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സൈനോവിയൽ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് പുറത്തു പോകാതെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ആവരണമാണ് സൈനോവിയൽ മെമ്മറൈൻ. ഇനി എന്താണ്? സൈനോവിയൽ ഫ്ലൂയിഡാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. എന്താണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് എ ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ടു ബോൺസ് ഓഫ് എ ജോയിൻറ്റ്. അതായത് രണ്ട് അസ്ഥികളുടെ ഇടയിൽ കാണപ്പെടുന്ന, ജോയിൻറ്റിനകത്ത് കാണപ്പെടുന്ന ഒരു ദ്രാവക പദാർത്ഥമാണ് എന്ത്? സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദിസ് ഓൾസോ റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ഇതും എന്താണ് ചെയ്യുന്നത്? ഫ്രിക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ബോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബോണുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ തന്നിരിക്കുന്ന ആരോ ഇട്ട് തന്നിരിക്കുന്നതിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. ലിഗമെന്റ്സ് ആർ ഫൗണ്ട് കണക്റ്റിംഗ് ടു ബോൺസ്. ലിഗമെന്റ്സ് എന്താ ചെയ്യുന്നത്? രണ്ട് ബോണുകളെ കണക്ട് ചെയ്യുന്നു. ദ ക്യാപ്സ്യൂൾ സീൻ ഇൻസൈഡ് ദിസ് ഹെൽപ്സ് ഇൻ ദ സ്മൂത്ത് മൂവ്മെന്റ്സ് ഓഫ് ബോൺ. അതായത് ഈ ലിഗമെന്റ്സിനകത്ത് കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ എന്ത് ചെയ്യുന്നു? സ്മൂത്ത് മൂവ്മെന്റ്സ്, അതായത് സുഗമമായിട്ടുള്ള അസ്ഥികളുടെ ചലനത്തിന് സഹായിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കാർട്ടിലേജ് എന്ന് പറയുന്ന ഭാഗമാണ്. ഈ കാർട്ടിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തരുണാസ്ഥി എന്നാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ തരുണാസ്ഥി എന്താണെന്ന് പറയുന്നത് എന്താണ്? കാർട്ടിലേജ് ഈസ് ഫൗണ്ട് കവറിങ് അപ്പ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. അതായത് ഈ തരുണാസ്ഥി ഓരോ ബോണിൻ്റെയും അറ്റഭാഗത്തെ കവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഗുണം എന്താണ്? ദിസ് റിഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺ. ഇത് കർഷണം എന്ത് ചെയ്യുന്നു? ഇത് കർഷണം കുറയ്ക്കുന്നു. എന്തിന് തമ്മിലുള്ള രണ്ട് ബോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തെ കുറയ്ക്കുന്നു. ഇനി ഏതാണ്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ടു ബോൺസ് ഓഫ് എ ജോയിൻറ്റ്. അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥമാണ്. അത് എന്താണ് ചെയ്യുന്നത്? രണ്ട് ബോണുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ജോയിൻറ്റിൻ്റെ അകത്താണുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്താണ്? ദിസ് ഓൾസോ റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. ഇതും ബോണുകൾ തമ്മിലുള്ള ഫ്രിക്ഷനെ കുറയ്ക്കുന്നു. ഇനി എന്താണ് നമ്മൾ കാണുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൈനോവിയൽ സെൽ. അപ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സെൽസ് ആണ്. ഓക്കെ, അതെവിടെയാണ് കാണപ്പെടുന്നത്? ഓഫ് ദ സൈനോവിയൽ മെമ്മറൈൻ. ഈ സൈനോവിയൽ മെമ്മറൈനാണ് സൈനോവിയൽ സെൽസ് കാണപ്പെടുന്നത്. ആ സെൽസ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് തോന്നുന്നു. ആൻഡ് ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുക. ആർ ഓൾ ദ ജോയിൻറ്റ്സ് ഇൻ ദ ബോഡി അലൈക്ക്? എല്ലാ ബോഡിയിലുള്ള എല്ലാ ബോൺസും ഒരുപോലെയാണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം ബോഡിയിലുള്ള എല്ലാ ബോണുകളും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവ വ്യത്യസ്തങ്ങളായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് ജോയിൻറ്റ് ഡിഫർ അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻ. അതായത് ജോയിൻസുകൾ എന്ത് സംഭവിക്കുന്നു? അവയുടെ പ്രവർത്തനത്തിനനുസരിച്ച് അവ മാറുന്നു. യു ഹാവ് സ്റ്റഡീഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് ഇൻ അവർ ബോഡി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ജോയിൻറ്റുകളെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം, 102-ാമത്തെ പേജിലേക്ക്. ഓക്കെ.